أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. അഭിവന്യരായ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, ഖസീദത്തുൽ ബുറുദ കേവലം മറ്റു ഖസീദകളെ കാണുന്നത് പോലും അല്ല ഖസീദത്തുൽ ബുറുദയെ കാണുന്നത്. അതിന് പ്രത്യേകമായ പരിഗണനയും പ്രത്യേകതയും സങ്കല്പിച്ചുകൊണ്ട് ഖസീദത്തുൽ ബുറുദയെ കേവലം ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരുപാട് മഹാന്മാർ അവരുടെ ജീവിതത്തിൽ ഖസീദത്തുൽ ബുറുദയുടെ അനന്തര ഫലം ലഭിച്ചുകൊണ്ട് വളരെയധികം സന്തോഷപുളകിതരമായ മഹാന്മാർ ഇവിടെ ജീവിച്ചു തീർത്തിട്ടുണ്ട്. ഖസീദത്തുൽ ബുറുദ രചിക്കുന്ന രചയിതാവ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു തന്നെ ജീവിതകാലത്ത് രചന കാലഘട്ടത്തു തന്നെ ഇതിൻ്റെ സവിശേഷത തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഈ ഖസീദത്തുൽ ബുറുദ രചിക്കുന്ന അവസരത്തിൽ വളരെ രോഗബാധിതനായി വളരെ അധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അവിടുത്തെ രോഗശമനത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അവിടുത്തെ വിശേഷണങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് അതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീനയിലേക്കൊരു സമ്മാനം കൊടുത്തയക്കുകയാണ്. അവിടുത്തെ രോഗശമനത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള സമ്മാനം കൊടുത്തയക്കുന്ന വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ സന്തോഷവാനായിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങളെല്ലാം കൊണ്ടുവരുന്ന സമയത്ത് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അവിടുന്ന് വല്ലാതെ ദുഃഖിതനായി കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണമെന്ന് തിരക്കിയപ്പോ وَمَبْلَغُ الْعِلْمِ فِيهِ أَنَّهُ بَشَرٌ وَأَنَّهُ خَيْرُ خَلْقِ اللَّهِ كُلِّهِمْ എന്ന ബൈത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന് ഇതിൻ്റെ രണ്ടാമത്തെ മിസ്റാ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ തങ്ങളെ ഞാൻ എങ്ങനെ വിശേഷിപ്പിക്കുമെന്ന് വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ മദീനയിൽ നിന്ന് ഇമാം ബൂസൂരി തങ്ങളെ അടുത്തേക്ക് വരുന്നത്. അവിടുന്ന് സങ്കടപ്പെട്ടതിൻ്റെ കാര്യം തിരക്കിയപ്പോ ബൂസൂരി ഇമാമ് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഞാൻ രോഗബാധിതനാണ്. എൻ്റെ രോഗശമനത്തിനു വേണ്ടി തങ്ങൾക്ക് ഞാൻ വിശേഷണങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു ഖസീദ എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനത് എഴുതി തുടർന്നപ്പോ എനിക്കത് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരുകരങ്ങൾ കൊണ്ട് അവിടുത്തെ പുറഭാഗം തടവിയപ്പോ അവിടുത്തെ രോഗം പരിപൂർണ അർത്ഥത്തിൽ ഭേദമാവുകയാ. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം ബൂസൂരി തങ്ങൾക്ക് അവിടുത്തെ ഖസീദത്തുൽ ബുറുദയിലേക്ക് ആവശ്യമായ ആ വരി പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം
ലോകത്തുള്ള സർവ്വ സൃഷ്ടികളും ഏറ്റവും ഉന്നതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് അർത്ഥം വരുന്ന ആ വരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ നിന്ന് സംഭാവന ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഗസ്നവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടി അവിടുന്ന് ഒരുപാട് രാത്രികളിൽ ഖസീദത്തുൽ ബുർദ വളരെ ശ്രദ്ധാപൂർവം പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ സഫലമാകുന്നില്ല. ഈ പരാതി അവിടുത്തെ ശേഖിൻ്റെ ചാര വന്നുകൊണ്ട് പരാതി പറയുന്നുണ്ട്. ആ സമയത്ത് ഉസ്താദ് ചോദിക്കുന്നു, അല്ലയോ ഗസ്നവി, നീ ഖസീദത്തുൽ ബുർദ ചൊല്ലുന്ന അവസരത്തിൽ ഒരുപാട് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്, അതിനു നൽകേണ്ട ഹുറുമത്തുകൾ നൽകേണ്ടതുണ്ട്. അതൊക്കെ നൽകിയിട്ടാണോ നീ ചൊല്ലിയിട്ടുള്ളത്? എങ്കിൽ നിന്റെ ഖസീദക്ക് ഉത്തരം ലഭിക്കുമാ? അതേ ഉസ്താദ്, ഞാൻ പരിപൂർണ അർത്ഥത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടു തന്നെയാണ് ചൊല്ലിയത്. ഉസ്താദ് തിരിച്ചു ചോദിക്കുന്നു, നീ എല്ലാ വരികൾക്കിടയിലും ജവാബ് ചൊല്ലിയിട്ടുണ്ടോ? ഇല്ല ഉസ്താദെ, അതിൽ ഞാൻ ചെറിയ പിന്നോക്കം കാണിച്ചിട്ടുണ്ട്. എങ്കിൽ നിന്റെ ഖസീദത്തുൽ ബുർദക്ക് ഉത്തരം ലഭിക്കാത്തതിൻ്റെ കാരണം ഇതുതന്നെയാണ്. എന്തേ ഈ വരികൾക്ക് ഇത്രയും വലിയ പ്രത്യേകത ലഭിക്കാൻ കാരണം? അത് മദീനയിൽ നിന്ന് ഇമാം ബൂസൂരി തങ്ങൾക്ക് ഖസീദത്തുൽ ബുർദയിലേക്ക് ലഭിച്ച സംഭാവനയാണ്. പ്രത്യേകിച്ചു തങ്ങളത് പറഞ്ഞു കൊടുത്താൽ അതിനക്ക് പ്രത്യേകിച്ച് പ്രത്യേകതകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഖസീദത്തുൽ ബുർദക്ക് ഇത്രമേൽ പവിത്രത കൂടാൻ കാരണം. അവിടുത്തെ ശിഷ്യന്മാർ മനാഖിബിൽ രേഖപ്പെടുത്തിയത് നമുക്ക് ഈ ചരിത്രം അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലും അവിടുത്തെ ശിഷ്യന്മാർ അവിടുത്തെ മനാഖിബിൽ രേഖപ്പെടുത്തിയ ചരിത്രങ്ങൾ ഒട്ടേറെയാണ്. ഖസീദത്തുൽ ബുർദ കൊണ്ട് വിജയം കൈവരിച്ച എത്രയോ മഹാന്മാരുടെ ജീവിതം ചരിത്ര ബുക്കുകളിൽ പാരാവാരം പോലെ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖസീദത്തുൽ ബുർദ കൊണ്ട് ജീവിതം വിജയിച്ചവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കേവലം ഇന്ന് പാടിപ്പറച്ചിലിൽ മാത്രം ഒതുക്കിയിരിക്കുകയാണ്. അതല്ല ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതിനുള്ള ഹുറുമത്ത് പാലിച്ചുകൊണ്ട് അതിൻ്റെ അക്ഷരങ്ങളെയും അർത്ഥങ്ങളെയും മനസ്സിലിരുത്തിക്കൊണ്ട് ഖസീദത്തുൽ ബുർദ ചൊല്ലാൻ തലപ്പാവുധാരികളായ നമ്മൾ മുതിരണമെന്ന് ഈ സാഹചര്യത്തിൽ വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഖസീദത്തുൽ ബുർദ അതിൻ്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് അതിനെ ചൊല്ലി നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.